ഒരു ബർത്ത്ഡേ വ്ലോഗ് ആയാലോ? ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ മോളെ ബർത്ത്ഡേ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. പലപ്പോഴും ഒരു ചേഞ്ചൊക്കെ വേണ്ടി എന്ന് വിചാരിച്ചിട്ടല്ല കേട്ടോ. സംഭവം മൊത്തത്തിലൊരു മടി പിടിച്ച സമയമായിപ്പോയി. അതുകൊണ്ടാണ് കേട്ടോ എപ്പോഴും ബർത്ത്ഡേ ഒരുക്കങ്ങൾ ഒരു 1 വീക്ക് മുന്നേ തുടങ്ങും. ഞാൻ ഡ്രസ് സ്റ്റിച്ചിങ്, ഫോട്ടോഷൂട്ട്, ഗിഫ്റ്റ് റെഡിയാക്കൽ അങ്ങനെ. ബട്ട് ഇപ്രാവശ്യം അതൊന്നും ചെയ്തില്ല. ബർത്ത്ഡേൻ്റെ അന്ന് പോലും ഞാൻ സെലനോട് പറഞ്ഞില്ല ഇന്നാണ് മോളെ ബർത്ത്ഡേ എന്ന്. ഇത്താത്തൊരു ബീക്കറായതുകൊണ്ട് കേക്ക് സെറ്റ് ആക്കാൻ വലിയ പണി ഉണ്ടായിരുന്നില്ല. ഈവനിങ്ങിൽ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് വിഷ് ചെയ്യുമ്പോഴാണ് അവൾ അറിയുന്നത് ഇന്നാണ് എൻ്റെ ബർത്ത്ഡേ. കേട്ടപ്പോൾ അവൾ ആകെ ഷോക്കായി പോയി. നാളെ എനിക്ക് കിട്ടിയ ഒരു ആർട്ടിഫിഷ്യൽ സർപ്രൈസ് റിയാക്ഷൻ ആയിരുന്നു ഗൈസ്. ഇതാണ് ശരിക്കും ഒരു സർപ്രൈസ്. വെറുതെ ഞാൻ കുറേ ടൈമും എഫേർട്ടും വേസ്റ്റ് ആക്കി. പിന്നെ നമ്മൾ അവൾക്കൊരു ചോയ്സ് കൊടുത്തു. ഒരു ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഇവിടുന്ന് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. അത് കേട്ടപ്പോൾ ശരിക്കും അവളുടെ അവസ്ഥ ഇതായിരുന്നു. ശരിക്കും ഈ ബർത്ത്ഡേ നമുക്കൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അവളും ഹാപ്പി, നമ്മളും ഹാപ്പി. ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് നല്ലതാണ്. 1 മണിക്കൂറോളം തപ്പിയെടുത്ത സാധനം ഇത്. എന്തായാലും അവൾക്ക് ഇഷ്ടമായി, നമുക്കത് മതിയല്ലോ. അവൾക്ക് മാത്രമല്ലതാ വേണ്ടി വന്ന നമുക്കും ഇങ്ങനെയൊക്കെ ചെയ്യാന്നേ. അപ്പോൾ നമ്മുടെ തട്ടിക്കൂട്ടൽ ബർത്ത്ഡേ വ്ലോഗ് ഇതാ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.